ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാരത്തെ കിളിക്കൂടിൽ സുനന്ദ ഇറങ്ങി വന്നല്ലോ. പക്ഷേ സുഭാഷും അവളുമായിട്ടുള്ള കല്യാണം നടത്താൻ ധനശേഖരനും ലളിതയും സമ്മതിച്ചില്ല. ആ കറക്റ്റ് സമയത്ത് അവരങ്ങോട്ട് വന്നു. അതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കായി, വഴക്കായി, പ്രശ്നങ്ങളായി. ഒടുവിൽ ഒന്നും വില പോകുന്നില്ലെന്ന് കണ്ടതും സുഭാഷിൻ്റെ കാല് പിടിക്കാൻ തയ്യാറായിട്ട് ലളിതയും ധനശേഖരനും നിന്നു. അങ്ങനെ അവർ സുഭാഷിനോട് ഒരു 10 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാനായിട്ട് അനുവാദം ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ ഹരീഷോ സുധീഷോ അവരാരും അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ നിധിയുടെ ഒരു വാക്കിൻ്റെ പുറത്ത് അവർ സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുഭാഷാണെങ്കിൽ വേഗം തന്നെ തൻ്റെ റൂമിലേക്ക് പോയിട്ട് ആ താലിമാല ഭഗവാന്റെ മുന്നിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ധനശേഖരൻ വന്നു കഥ കടയ്ക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷിനോട് കെഞ്ചി പറയാണ്, മോനെ സുഭാഷ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്, എൻ്റെ ജീവിതം തന്നെ മാറും. നിനക്കറിയാലോ, ഞാൻ എത്ര വർഷങ്ങളായിട്ട് പുറത്താണ്. സുനന്ദ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോയത്. എന്തിനാണെന്നറിയോ? അവൾ സുഖമായിട്ട് ജീവിക്കാൻ. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം ഞാൻ അവൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എൻ്റെ സന്തോഷങ്ങളെല്ലാം എന്തിനാ? അവൾ സുഖമായിട്ട് ജീവിക്കാൻ എന്നും പറഞ്ഞിട്ട് അവൻ്റെ കാലിൽ വീഴാണ് കേട്ടോ. സുഭാഷ് ആണെങ്കിൽ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ വേഗം അമ്മാവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അമ്മാവ് എന്തേ ചെയ്യുന്നത്? എന്നെക്കാട്ടിലും എത്ര വയസ്സിന് മൂത്ത ആളാണ്, എൻ്റെ കാലിൽ എന്തിനാണ് വീഴുന്നത്? അമ്മ എണീക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് കേട്ടോ. അവനാകെ പെട്ട അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം? കയ്യിലാണെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടി വന്ന് നിൽക്കുന്നു. പുതിയൊരു ജീവിതം, സന്തോഷകരമായ ജീവിതം. പക്ഷേ അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ വന്ന് കരയുന്നു. എന്ത് ചെയ്യുന്ന സുഭാഷിന് അറിയുന്നില്ല. ധനശേഖരനാണെങ്കിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സൂപ്പർവൈസറാണ് പയ്യൻ. അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും, ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതാകും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ സുഭാഷെ പറയുക? ഈ ലാസ്റ്റ് നിമിഷം അവൾ ഈ കല്യാണം വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും സുഭാഷെ? നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞങ്ങളെ കൊണ്ടത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. സുഭാഷാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ലളിത അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് കഥ കടയ്ക്കുന്നുണ്ട്. അങ്ങനെ ലളിത കരഞ്ഞിട്ട് അവനോട് പറയാണ്, മോനെ സുഭാഷെ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചെയ്തതിനൊക്കെ നീ ദയവ് ചെയ്ത് അവളെ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് അയക്കണം. ഞങ്ങൾ നാണം കെടും മോനെ. നാളെ അവളുടെ കല്യാണമല്ലേ. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ. നീ എൻ്റെ പ്രായത്തിന് ഒരുപാട് ചെറുതാ. നീ എൻ്റെ മകനെ പോലെ ചെറുതാണ്. പക്ഷേ എന്നിട്ടും ഞാൻ നിൻ്റെ കാലിൽ വീഴാൻ മോനെ എന്നും പറഞ്ഞിട്ട് അവൻ്റെ കാലിൽ വീഴാണ് കേട്ടോ. അപ്പോൾ അവൻ എന്താ അമ്മായി കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ദയവ് ചെയ്ത് അവളോടൊന്ന് പറയടാ വീട്ടിലേക്ക് വരാൻ. ഞങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുനാൾ മുതൽ നിന്നെ ഞാൻ കാണുന്നതല്ലേ. നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നീ എൻ്റെ ചേട്ടൻ്റെ മോനല്ലേടാ, നമ്മളൊരു ചോരയല്ലേ. ഞങ്ങളുടെ വിഷമം നീ മനസ്സിലാക്കിയില്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കെഞ്ചാണ് കേട്ടോ. കാര്യം നടക്കാനുള്ള അഭിനയമായിരിക്കും, നമുക്കറിയില്ലല്ലോ. സുഭാഷ് ആണെങ്കിൽ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഒരു തീരുമാനം എടുക്കാൻ അവന് പറ്റുന്നില്ല. പക്ഷേ ഇവരുടെ വിഷമം കാണുമ്പോൾ അവൻ്റെ നെഞ്ഞി പൊട്ടുന്നുണ്ട്. അവൻ ആരും വിഷമിക്കുന്ന കാണാൻ കഴിയില്ല. അതിപ്പോൾ ശത്രുക്കളാണെങ്കിൽ പോലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് അവനിഷ്ടം. അവൾക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മോനെ മനസ്സിലായത്. ആദ്യമാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നാളെ അവളുടെ കല്യാണമല്ലേടാ. വരുന്നവരോടൊക്കെ ഞങ്ങൾ എന്ത് പറയും? ഞങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും? ഞങ്ങൾക്ക് അറിയില്ല. നീ എന്തെങ്കിലും ഒന്നും ചെയ്ത് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഞങ്ങളെ കൂടെ വരാൻ അവളോട് പറയണം പ്ലീസ് മോനെ. നിൻ്റെ കാല് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പിടിക്കാം. ഞങ്ങൾക്ക് ഒന്നും സഹിക്കാനാവുന്നില്ല. ഇത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന സുഭാഷ് പിന്നെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. അമ്മായി, അവൾ എന്നെ വിശ്വസിച്ചിട്ടല്ലേ വന്നത്. അപ്പം ഞാൻ എങ്ങനെ അവളെ തിരിച്ചയക്കും? അത് കേട്ടപ്പോൾ അവരുടെ ഉള്ള പ്രതീക്ഷയും ഫുള്ള് പോയി. കാരണം സുഭാഷിനെ ബ്രെയിൻ വാഷ് ചെയ്താൽ അവനൊരു പാവമായതുകൊണ്ട് സമ്മതിക്കുമെന്ന് അവർ വിചാരിച്ചു. അതോടുകൂടി അവർ അലമുറയിട്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, അയ്യോ മോനെ അങ്ങനെയൊന്നും പറയല്ലേ മോനെ, ഞങ്ങൾക്കിത് സഹിക്കാനാവില്ല. നാളെ അവളുടെ കല്യാണമല്ലടാ, അതെങ്ങനെ ഞങ്ങൾ സഹിക്കും? ദയവ് ചെയ്ത് അവളോട് നീ വീട്ടിലേക്ക് വരാൻ പറയണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും കെഞ്ചാണ്. പുറത്താണെങ്കിൽ ബാക്കിയുള്ളവർ അക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണ്. ഇവരെന്താ ഇത്രത്തോളം സംസാരിക്കുന്നേ? ഇനിയിപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് ഇവർ മാറ്റും എന്നൊക്കെയാണ് എല്ലാവരുടെ ചിന്തയാണ്. ഭാസ്കരനാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പൂതന പറയും, താഴെ വെച്ച ഉരുമ്പരിക്കും തല വെച്ച പേനരിക്കുന്നു വെച്ച് വളർത്തിയതാണ് ഞാൻ അവളെ. മറ്റവനോ അവൻ പറയും, ഞാൻ ഇത്രയും കാലം അവിടെ പോയി കഷ്ടപ്പെട്ടത് അവൾക്ക് വേണ്ടിയിട്ട്. ഒടുവില്ല ആ പൊട്ടൻ അത് വിശ്വസിക്കും, ഉറപ്പാണ് എന്നൊക്കെ പറയാം. അപ്പോൾ സുധീഷ് പറയുന്നത്, അച്ഛനൊന്നും മിണ്ടാണ്ടിരുന്നേ. അകത്താണെങ്കിൽ ലളിത വീണ്ടും കരഞ്ഞിട്ട് ഓരോന്ന് പറയാണ്, മോനെ സുഭാഷെ, നീയും കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് അവൾ ഒരിക്കലും ഞങ്ങളെ കൂടെ വരില്ല. ദയവ് ചെയ്ത് നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയിപ്പോൾ അവൾ വന്നില്ലെങ്കിൽ നാളെ ഈ കല്യാണം നടക്കില്ല. പക്ഷെ ഞങ്ങളെ നാളെ ആരും പിന്നെ കാണില്ല. ഞങ്ങളെ വടക്കോട്ട് പോകണം, ഏതെങ്കിലും ട്രെയിനിന് മുന്നിൽ നിങ്ങൾ നോക്കിയാൽ മതി. ലളിത പറഞ്ഞു കഴിയുമ്പോഴേക്കും ധനശേഖരൻ പറയുന്നുണ്ട്, ശവം തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് ഞങ്ങളെ നിങ്ങൾ കാണും. അത് കേട്ടപ്പോൾ അതീവ ദുഃഖത്തോടു കൂടി സങ്കടത്തോടു കൂടി തന്നെ സുഭാഷ് പറയുന്നുണ്ട്, അമ്മാവ അങ്ങനെയൊന്നും പറയല്ല അമ്മാവ. ഈ നാണക്കേടും പേര് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നീ ഒന്ന് പറ മോനെ, നീ ഒന്ന് പറ. ഞങ്ങളെ കൊണ്ടാവില്ല എങ്ങനെ ജീവിക്കാൻ. ഇനി ഞങ്ങൾ മരിക്കണോ ജീവിക്കണോ എന്നുള്ളത് നിൻ്റെ കയ്യിലാണ് സുഭാഷെ. മോനെ, നീയല്ലേ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. കാരണം അവൾ കുട്ടിയല്ലേ, തീരുമാനം എന്തെടുക്കണമെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അപ്പം നിൻ്റെ കടമയാണ് മോനെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ കൂടെ അയക്കാന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ ആൺമക്കളില്ലാത്തതുകൊണ്ട് നീ ചെയ്യണം ഞങ്ങളുടെ കർമ്മം. ചൂലും പായ എടുത്ത് റെയിൽ ട്രാക്കിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അടിച്ചു കോരിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കരഞ്ഞിട്ട് അവൻ്റെ കാലിലേക്ക് വീഴാണ് കേട്ടോ. എന്നിട്ട് മോനേന്ന് വിളിച്ചിട്ട് പിന്നെയും കേണ അപേക്ഷിക്കുകയാണ് ലളിത. സുഭാഷ് ആണെങ്കിൽ എല്ലാം കണ്ടും കേട്ടും മടുത്തും സ്തംഭിച്ചും സങ്കടപ്പെട്ടു നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ലളിതനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ അവളെ ഞങ്ങളെ കൂടെ അയക്കണം, അല്ലെങ്കിൽ തെക്കേ പറമ്പിൽ 2 ചിത കൂട്ടണം, അല്ലാതെ വേറെ വഴിയില്ല മോനെ. അത് കേട്ടപ്പോൾ ധനശേഖരനും പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതം മരണമൊക്കെ ഇപ്പോൾ നിൻ്റെ കയ്യിലാണ്. സുഭാഷ് അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൻ്റെ കണ്ണൊക്കെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് തള്ളി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് അവനറിയില്ല. 2 അവസ്ഥയിൽ അവൻ പെട്ട് നിൽക്കുകയാണ്. തന്നെ വിശ്വസിച്ചൊരു പെൺകുട്ടി കയറി വന്നിട്ടുണ്ടല്ലോ. എന്നിട്ടും സുഭാഷ് ഒന്നും പറയാത്തതുകൊണ്ട് ഇവരുടെ മട്ടും ഭാവവും മാറുന്നുണ്ട് കേട്ടോ. ലളിത വീണ്ടും തൻ്റെ സ്ഥായി ഭാവമായിട്ടുള്ള ദേഷ്യം പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സൗണ്ടിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ പുലകുളി നടത്തിയിട്ട് വേണം നിങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കില്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. പുറത്താണെങ്കിൽ എല്ലാവരുടെ ക്ഷമ നശിച്ചു കേട്ടോ. ഇത്രയും തോന്നെ സംസാരിക്കുന്നവർക്ക് എന്താ, ഇനിയിപ്പോൾ ഇവർ സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് മാറ്റും എന്നൊക്കെയാണ് എല്ലാവരുടെ ചിന്തയും. സുനന്ദി ആകെ ടെൻഷൻ അടിച്ച് വല്ലാണ്ടായിട്ടുണ്ട്. സുധീഷ് ആണെങ്കിൽ ക്ഷമ നശിച്ചിട്ട് വാതിൽ മുട്ടുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ വാതിൽ തുറക്കുക, എന്താ എത്രത്തോളം സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ സുഭാഷ് വാതിൽ തുറക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും ലളിതേൻ്റെയും ധനശേഖരൻ്റെയും പ്രതീക്ഷ ഫുള്ള് നശിക്കുകയാണ്. കാരണം അവനൊന്നും പറഞ്ഞില്ലല്ലോ. അവനാണെങ്കിൽ താലി എടുക്കുന്നുണ്ട്. അതോടുകൂടി അവരാകെ ഷോക്കാവാണ്. എന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി താലി കാണിക്കുമ്പം എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ സുനന്ദനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ അവളുടെ കണ്ണ് നോക്കാതെ പോയി താലി കെട്ടടാ എന്നൊക്കെ ഇങ്ങനെ അവർ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവൻ താലി കെട്ടും എന്നാണ്. അങ്ങനെ അവൻ സുനന്ദയുടെ അടുത്തേക്ക് താലിയും കൊണ്ടുപോവാണ്. ബാക്കിയുള്ളവരൊക്കെ സന്തോഷത്തിലാണെങ്കിൽ ലളിതയും ധനശേഖരനും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സുഭാഷിൻ്റെ മനസ്സ് മാറിയോ ഇല്ലയോ, അവൻ സുനന്ദേൻ്റെ കഴുത്തിൽ താലി കെട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത് കാണാനായിട്ട് അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.